നെടുമുടി വേണു അങ്കിളും അതെ. അദ്ദേഹം വീട്ടിൽ വന്ന് അമ്മയുടെ അടുത്തുനിന്ന് ഒരു അലുമിനിയം കലമൊക്കെ മേടിച്ച് ഇങ്ങനെ ഷർട്ട് അഴിച്ചിട്ട് ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് കൊട്ടി അതെല്ലേ. പാടിയിരുന്നു. ആ, അത് കുറച്ചും കൂടി വലുതായിട്ടാണ്. അന്ന് അദ്ദേഹത്തെ പിന്നെയും സ്ക്രീനിലൊക്കെ കുറേ കാണുന്നത് കൊണ്ട് അത് കുറച്ചും കൂടി പ്രായവുമുള്ള എനിക്ക് കുറച്ചും കൂടി ബോധമായത് കൊണ്ട് അതൊക്കെ അറിയായിരുന്നു. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോഴാണ് ഭയങ്കര വലിയ ഭാഗ്യങ്ങളല്ലേ അത്. ജീവിതത്തിലൊരു അതെ 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 വലിയ. അസുലഭ അതെ അതെ നിമിഷങ്ങളാണ് അല്ലേ? മുഹൂർത്തങ്ങൾ. അതെ ഉം. അതെ ഒബ്വിയസ്ലി. പിന്നെ ജയേന്ദ്രങ്കിൾ ഒരു പ്രാവശ്യം ഒരു റെക്കോർഡിങ് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. അപ്പൊ കയ്യില് ഒരു പേപ്പർ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ റെക്കോർഡ് ചെയ്ത പാട്ടാ എന്ന് പറഞ്ഞിട്ട് പാടി. ഏത് പാട്ടാ അറിയോ? ഉം. തങ്ക മനസ്സ് ആഹാ. അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ. അതപ്പ റെക്കോർഡ് ചെയ്ത് വന്നിട്ടേ ഉള്ളൂ. പക്ഷെ സൂപ്പർ ഹിറ്റ് ആയില്ലേ? ചൂടോടെ അല്ലേ? ആ നമ്മൾ ആദ്യം കേൾക്കുന്നു അല്ലേ? ഞങ്ങളാണ് അയ്യോ ആദ്യം അയ്യോ. കേട്ടത്. അപ്പൊ അതൊക്കെ പിന്നെ ആലോചിക്കുമ്പോ ഇത്ര വലിയൊരു സൂപ്പർ ഹിറ്റ് പാട്ടൊക്കെയാണ് അദ്ദേഹം സിമ്പിൾ ആയിട്ട് പാടി വന്ന് നമ്മുടെ അടുത്ത്. ഇഷ്ടായാലേ അത് വീണ്ടും പാടുള്ളൂ തോന്നുന്നു. റെക്കോർഡ് ചെയ്ത് അതെ അതെ വന്നാൽ അതെ. ചിലതൊക്കെ മറക്കും. ഇഷ്ടായ പാട്ട് വീണ്ടും നമ്മളെയൊക്കെ പാടി കേൾപ്പിക്കുന്നതാണ്.